ഇതുപോലെ ഒരു നല്ല മീൻകറി, ഒരു മീൻ വറുത്തതും, നാടൻ ഒഴിച്ചുകറി, ഒരു മെഴുക്ക് വരട്ടി, ഒരു തോരനും. ഇതൊരു അടിപൊളി ഊണിനുള്ള പുറപ്പാടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശരിയാണ്. ഇതെല്ലാം കൂടെ കൂട്ടിയുള്ള ഒരു പൊതിച്ചോറാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നമസ്കാരം, ഞാൻ സോഫി കുര്യാക്കോസ്. എൻ്റെ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും റെഡിയല്ലേ? നമുക്ക് ഇപ്പം തന്നെ തുടങ്ങിയേക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഒരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ ഒരു ചെറിയ വെള്ളരിക്കയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞ് അത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. 3 പച്ചമുളക് കീറിയതും, 4 ചുമന്നുള്ളിയും, 4 അല്ലി വെളുത്തുള്ളിയും, ഒരു ചെറിയ പച്ചമാങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ്. ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വെള്ളം. ഇത് ചാറുകറി ആയതുകൊണ്ട് ഇച്ചിരി വെള്ളം ഇരുന്നോട്ടെ. കുക്കർ അടച്ച് 3 വിസിൽ, ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും. അത് വേകുന്ന നേരത്തിന് നമുക്ക് ഇതിനൊരു അരപ്പ് അരച്ച് വെക്കാം. അതിന് 3 ചുവന്നുള്ളിയല്ലി, ഒരു ചെറിയ വെളുത്തുള്ളിയല്ലി, 1 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി. വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അരപ്പ് നല്ല പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മീൻ കറി വെക്കാം. ചൂടായ മൺപാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ചേർക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി അരിഞ്ഞതും, ഒരു 8 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും. 8 അല്ലി എന്ന് പറയുന്നത് ചെറിയ അല്ലിയായിരുന്നു, അതും കൂടെ ചേർക്കാം. 2 പച്ചമുളകും അല്പം കറിവേപ്പിലയും ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴന്നു വരണം. ഇതിൻ്റെ അകത്ത് ഞാൻ ചുമന്നുള്ളി ചേർക്കുന്നില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതിൻ്റെ അകത്ത് മല്ലിപ്പൊടിയും ചേർക്കുന്നില്ല. ഇത് ചെറുതീയിൽ വെച്ച് തന്നെ വഴറ്റിയെടുക്കണം. ചിലർക്ക് ചുവന്നിരിക്കുന്ന മീൻ കറിയായിരിക്കും ഇഷ്ടം, ചിലർക്ക് അല്പം ബ്രൗൺ കളറായത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെറുതീയിൽ വെച്ച് മുളകും മഞ്ഞളും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഏതായാലും ഇതിൻ്റെ പച്ചച്ചൊവയൊന്ന് മാറിക്കിട്ടണം, അല്ലെങ്കിൽ മുളകിൻ്റെ കുത്തൽ നിൽക്കുമല്ലോ. ഇപ്പം മഞ്ഞളും മുളകും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ചേർക്കാം. ഞാൻ 2 കഷ്ണം പുളി ഒരു അരമണിക്കൂറായിട്ട് വെള്ളത്തിലിട്ടിരുന്നതാണ്. പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പം തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്തോരം നമുക്ക് ഗ്രേവി വേണം അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒന്ന് തിളച്ച് വരട്ടെ. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കാം. ഇത് ഞാൻ വറ്റയാണ് 1/2 കിലോ മീൻ എടുത്തിരിക്കുന്നത്. അപ്പം ആദ്യം ആയതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒത്തിരി ചാറ് വെക്കുന്നില്ല, പിന്നെ മീൻ തിളയ്ക്കുമ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് ഇറങ്ങുമല്ലോ വെള്ളം. ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് അടച്ചു വെക്കാം. വറക്കാനായിട്ട് ഞാൻ നെയ്പ്പരവയാണ് എടുത്തിരിക്കുന്നത്. ഒരു 8 നെയ്പ്പരവ എടുത്തിട്ടുണ്ട്. ഇനി അതിനൊരു അരപ്പുണ്ടാക്കിയെടുക്കാം. അതിന് ഒരു 4 ചുവന്നുള്ളി, ചെറുതായതുകൊണ്ട് 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 നുള്ള് ഉലുവാപ്പൊടി,
അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ അതിന് നാരങ്ങാനീര്, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇത് നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരയ്ക്കാം. ഇപ്പം നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മീനിലേക്ക് പുരട്ടി വെക്കാം. ഇത് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. മീനിൻ്റെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചാറുകറിക്കുള്ള വെള്ളരിക്കായും മാങ്ങായും ഒക്കെ വെന്തോന്ന് നോക്കാം. ഇത് വെള്ളരിക്കായും മാങ്ങായും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഉടച്ചു കൊടുക്കണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇതിനാവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എന്തോരം ഗ്രേവി വേണം അതിനനുസരിച്ചുള്ള വെള്ളം ഇപ്പം തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം അത് തിളപ്പിച്ചെടുക്കാൻ. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഉപ്പ് പോരെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. ഉപ്പ് നോക്കണം. ഇപ്പം ഈ ചാറുകറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അത് തീ ഓഫ് ചെയ്ത് മൂടി വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റോളമായി മീൻ അടുപ്പ് വെച്ചിട്ട് മീനിൻ്റെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇത് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില. ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ചാറുകറിക്ക് കടുക് വറക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിന് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ചേർക്കാം. ചുവന്നുള്ളി ചേർക്കാം. ഇത് വലിയ ചുവന്നുള്ളിയായിരുന്നു, ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. കറിവേപ്പില ചേർക്കാം. 3 വറ്റൽമുളക് മുറിച്ചതും ചേർക്കാം. ഉള്ളി നന്നായിട്ട് ചുമന്നിട്ടുണ്ട്. കടുക് വറുത്തത് കറിയിലേക്ക് ചേർക്കാം. നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി വെക്കാം. അതിന് ഞാനൊരു മീഡിയം പാവയ്ക്ക ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പിട്ട് തിരുമ്മി കഴുകി വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാവയ്ക്ക ആദ്യമേ ഒന്ന് വറുത്തെടുക്കണം. അതിന് ചൂടായ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി തന്നെ ഇത് കരിഞ്ഞു പോകാതെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. പാവയ്ക്ക ഏകദേശം ഒരു പകുതി മൂപ്പായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം, അല്ലെങ്കിൽ പാവയ്ക്കായിൽ ഉപ്പ് പിടിക്കില്ല. ഇത് കുറച്ചുകൂടി ഒന്ന് മൂക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇപ്പം ദേ പാവയ്ക്ക വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വന്നാൽ മതി. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർക്കാം. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ കടുക് ചേർക്കുന്നുള്ളൂ. കടുക് പൊട്ടി അതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സവാളയും 2-3 പച്ചമുളകും 4 ചെറിയ ഉള്ളിയും കൂടെ നീളത്തിലരിഞ്ഞത്. ഇതൊന്ന് വഴന്ന് വരണം. കുറച്ച് കറിവേപ്പില ചേർക്കാം. പാവയ്ക്കയ്ക്ക് ഉപ്പ് ചേർത്താണ്, സവാളയ്ക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി. ഇപ്പോൾ സവാള ഇതിൻ്റെ കളർ മാറിയില്ലെങ്കിലും നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർക്കാം.
ഇതിലേക്ക് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഇത് കുറഞ്ഞ തീയിൽ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പം കുറഞ്ഞ തീയിൽ ഒരു 2 മിനിറ്റായി. നമുക്കിനി ഇപ്പം നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയായി. തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളമായി. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി. നമുക്ക് അടിയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് വേറൊരു അടുപ്പിൽ തോരൻ വെക്കാം. അതിന് ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. കൂടി ഒരു പച്ചമുളക്. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത് ഞാൻ തോരൻ വെക്കാൻ എടുത്തിരിക്കുന്നത് നീളത്തിലുള്ള നീല വഴുതനങ്ങയാണ്. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത്, തീരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടില്ല. നന്നായിട്ട് വെന്ത് വരുന്നതാണല്ലോ, അതുകൊണ്ട് ഇതുപോലെയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. ഇത് ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകിയെടുത്തതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഞാൻ ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകിയതുകൊണ്ട് അല്പം ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. 2 മിനിറ്റായി. നമുക്കൊന്ന് നോക്കാം. ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ഞാനൊരു 1/4 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. തീരെ കുറച്ചിടരുത്, കാരണം വഴുതനങ്ങയ്ക്കകത്തുനിന്ന് ഒത്തിരി വെള്ളം ഇറങ്ങി ഇതങ്ങോട്ട് വല്ലാണ്ട് അലുത്ത് പോകും. അതുകൊണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ കുറയ്ക്കരുത്. ഇനി ഒരു 2 മിനിറ്റും കൂടെ മൂടി വെക്കാം. ഒരു 2 മിനിറ്റും കൂടെയായി. നമുക്കൊന്ന് നോക്കാം. വഴുതനങ്ങ ഏകദേശം വേവായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വഴുതനങ്ങ തോരൻ റെഡിയായി. നമ്മൾ വറക്കാൻ വെച്ച മീനൊന്ന് നോക്കാം. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒന്നോടെ അടച്ചു വെക്കാം. തീ കുറച്ചിട്ട് കൊടുക്കണേന്. ഇതുപോലെ തിരിച്ചും മറിച്ചും വിട്ട് നമ്മുടെ മീൻ വറുത്തതും റെഡിയായി. ഇനി നമുക്ക് പൊതിച്ചോറൊന്ന് കെട്ടിയെടുക്കാം. ഞാൻ നേരത്തെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല കുത്തരി ചോറാണ്. പാവയ്ക്ക മെഴുക്ക് പുരട്ടി, മീൻ കറി വെക്കാം. വഴുതനങ്ങ തോരൻ, മീൻ വറുത്തത്, വെള്ളരിക്കായും മാങ്ങായും കൂടെ ഉള്ള ഒഴിച്ചു കറി. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും അച്ചാറുണ്ടെങ്കിൽ അതും വെക്കാം. ഞാനിവിടെ മാങ്ങ അച്ചാറാണ് വെക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കൂടി ഒന്ന് പൊതി കെട്ടിയെടുക്കാം.
നമ്മുടെ പൊതിച്ചോറ് റെഡിയായി. ചോറ് നേരത്തെ വെക്കുകയും ബാക്കി സാധനങ്ങളെല്ലാം അടുപ്പിച്ച് വെക്കുകയും ചെയ്താലേ 1 മണിക്കൂറിൽ താഴെ കൊണ്ട് 5 കൂട്ടം കറികളുമായി നല്ലൊരു പൊതിച്ചോറ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ ഇതൊരു ചലഞ്ചായി ഏറ്റെടുക്കുക. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും ഉറപ്പായിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. Cook with Sophie, sharing 40 years experience. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.